അപ്പുറത്തെ പറമ്പിലേ ഒരു കീരി വന്നതാണ്. അപ്പോൾ ഞാനത് ഒന്ന് സൂം ചെയ്തെടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും ഇതുപോലെ അപ്പുറത്തെ പറമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അതിനുള്ളൊരു ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വെറുതെ പറഞ്ഞാണ്. സത്യത്തിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഈ കാനന റോട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സൈഡിലായിട്ട് മൃഗങ്ങളും പക്ഷികളൊക്കെ കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മൊബൈലുകളിൽ പറ്റില്ല. പിന്നെയോ നമ്മൾ DSLR ക്യാമറയും ടെലി ലെൻസൊക്കെ ഉപയോഗിച്ച്, വലിയ ലെൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫോട്ടോകളും വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷങ്ങൾ പൊടിയുകയും ചെയ്യും വിലയിട്ട്. പക്ഷേ സാധാരണക്കാരന് അത്തരം ഒരു ദൃശ്യം അത്യാവശ്യം മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ കാനൺ കമ്പനി, കാനണിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ക്യാമറകൾ അവർ ഇറക്കുന്നതാണ്. അപ്പോൾ അവർ ഈ അടുത്ത് അമേരിക്കയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങും മുമ്പ് നമ്മുടെ മീൻ ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ശ്രീകുമാർ അയച്ചു തന്നിട്ടുണ്ട്. കുറേ അവനെ ശല്യപ്പെടുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും അവൻ അയച്ചു തരാറുണ്ട്. അപ്പോൾ അവനൊരു താങ്ക്സ് ആദ്യമേ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ആ ഒരു ഡിവൈസും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇത്തരമൊരു പാക്കേജിലാണ് നമുക്ക് കാനൻ്റെ പവർഷോട്ട് സൂം കോമ്പാക്ട് ടെലിഫോട്ടോ മോണോക്കുലർ എന്ന ഈ ഒരു ഡിവൈസ് ലഭിക്കുന്നത്. $299 ഇതിൻ്റെ വില. അത് അമേരിക്കയിൽ. ഇത് അമേരിക്കയിൽ തന്നെ കയ്യിൽ കിട്ടുമ്പോൾ ടാക്സ് ഉൾപ്പെടെ $346 ആകും. പിന്നെ ഇന്ത്യയിലേക്ക് വരുത്തുമ്പോൾ $25 കൊറിയർ ചാർജും പിന്നെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഒരു $11,379 കൂടി നമ്മളെ അങ്ങോട്ട് പിഴിയും. പാക്കേജിൽ ഏറ്റവും മുകളിലായിട്ട് വാറണ്ടി കാർഡും മറ്റു ചില പേപ്പറുകളും കാണാം. അതിന് താഴെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നമ്മുടെ മോണോക്കുലറും ഒരു റിസ്റ്റ് റാപ്പും C-ടൈപ്പ് ചാർജിങ് കേബിളും കാണാം. ഇതാണ് നമ്മുടെ മോണോക്കുലർ. വെളുത്ത നിറത്തിലുള്ള കയ്യിലൊതുങ്ങുന്ന 145 ഗ്രാം ഭാരമുള്ള ഒരു ചെറിയ ഡിവൈസ്. 33.4 mm വീതിയും 50.8 mm ഹൈറ്റും 103.2 mm നീളവുമുള്ള ഒരു ഡിവൈസാണിത്. നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെത്. അത് പിന്നെ കാനൻ്റേതാകുമ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അഥവാ ലെൻസ് ഭാഗം. 12.1 മെഗാ പിക്സലിൻ്റെ എഫക്റ്റീവ് പിക്സൽസ് ഉള്ള 1/3 ഇഞ്ച് CMOS സെൻസറാണ് ഇതിലുള്ളത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളറോ മറ്റോ ഒന്നും തന്നെ ഇല്ല. ഇരു സൈഡുകളിലായിട്ടും ഇതുപോലെ നമുക്ക് കാനൻ്റെ ബ്രാൻഡിങ് കാണാം. വ്യൂ ഫൈൻഡർ ഭാഗം ഇതാണ്. ഇവിടെ 22 mm ഉള്ള വ്യൂ ഫൈൻഡർ കൂടാതെ മുകളിലായി ഒരു സെൻസറുണ്ട്. സെൻസർ ഉപയോഗിക്കുന്നത് നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുന്ന സമയം മാത്രം. അതിനുള്ളിലെ 0.39 ഇഞ്ചുള്ള OLED ഡിസ്പ്ലേ ഓൺ ആവുന്നതിനാണ്. ഇപ്പോൾ ഈ കാണുന്നത് ആ വ്യൂ ഫൈൻഡറിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു സെറ്റിങ്സ് മെനു ആണ്. 2.36 മില്യൺ ഡോട്ട്സ് ഉണ്ട്. 59.94 ഫ്രെയിം പെർ സെക്കൻഡ് റിഫ്രഷ് റേറ്റുള്ള ഈ ഒരു ഡിസ്പ്ലേക്ക്. സൈഡിലായിട്ട് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഇതുപോലെ ഫ്ലാപ്പ് ഉയർത്തിയാൽ നമുക്കത് കാണാം. എത്ര GB വരെയുള്ള കാർഡുകൾ ഇതിൽ സപ്പോർട്ടാകുമെന്ന് കമ്പനി ഒരിടത്തും പറയുന്നില്ല. 64 GB വരെ ഞാൻ ഉപയോഗിച്ച് നോക്കി. മെമ്മറി കാർഡിനൊപ്പം തന്നെയുള്ള ഭാഗത്തായിട്ട് ആണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട്. 5 വോൾട്ടിൻ്റെ 1.5 ആംപിയറെങ്കിലുമുള്ള C-ടൈപ്പ് ചാർജറുകൾ ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കാമെന്ന് കമ്പനി പറയുന്നു. പക്ഷേ ചാർജറൊന്നും പാക്കേജിനൊപ്പം കമ്പനി തരുന്നില്ല. ബിൽറ്റിനായിട്ട് തന്നെ ഒരു റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററി ഈ ഒരു ഡിവൈസിലുണ്ട്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 1 മണിക്കൂറും 50 മിനിറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. വ്യൂ ഫൈൻഡറിന് താഴെയായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ തിരിക്കുന്ന കൺട്രോളർ കാണാം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് 2 ഡെഡിക്കേറ്റഡ് സ്വിച്ചുകളും ഈ ഒരു ഡിവൈസിലുണ്ട്. ചാർജിങ് നോട്ടിഫിക്കേഷൻ ലൈറ്റും ഇതിന് താഴെയിട്ടുണ്ട്. വ്യൂ ഫൈൻഡറിന് മുകളിലായിട്ടാണെങ്കിൽ പവർ ഓൺ, സൂം, മെനു എന്നിങ്ങനെ 3 സ്വിച്ചുകളുണ്ട്. വ്യൂ ഫൈൻഡറിൽ കൂടി നോക്കിയാൽ ഡീഫോൾട്ടായിട്ട് 100 mm സൂമിലാണ് കാഴ്ചകൾ കാണുക. സൂം ബട്ടൺ നമ്മൾ ഒരു തവണ അമർത്തുമ്പോൾ അത് 400 mm ഒപ്റ്റിക്കൽ സൂമിലേക്ക് മാറുന്നു. ഒരിക്കൽ കൂടി സൂം ബട്ടൺ അമർത്തുമ്പോൾ 800 mm ഡിജിറ്റൽ സൂമിലേക്ക് മാറും. ഈ സമയമൊക്കെ തന്നെ നമുക്ക് ആ കാഴ്ചകൾ അതേ ഒരു സൂം ലെവലിൽ തന്നെ ഫോട്ടോകളായിട്ട് എടുക്കാനും വീഡിയോ ആയിട്ട് എടുക്കാനും സാധിക്കും. ഇപ്പോൾ അവിടെ ഒരു പൂച്ചെടിയും ഒരു കിളി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നുള്ള റിയൽ വോയിസും കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ആ കിളിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടാ. ഇതാണിപ്പോൾ ഇതിൻ്റെ മാക്സിമം സൂം. നമുക്കിത് സൂം ചെയ്യുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കിളിയെ അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം. ഡിജിക് 8 ഇമേജ് പ്രൊസറുള്ള ഇതിൽ ഒപ്റ്റിക്കൽ 4 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതിനാൽ സ്ട്രേക്ക് അധികമില്ലാതെ നമുക്ക് വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. ഫുൾ HD റെസൊല്യൂഷനിൽ MP4 ഫോർമാറ്റിൽ 29.97 ഫ്രെയിം പെർ സെക്കൻഡിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റീരിയോ മൈക്ക് സപ്പോർട്ടോടുകൂടി നമുക്ക് മാക്സിമം 9 മിനിറ്റും 59 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോകളായിട്ടാണ് ഓരോ ഫയലും റെക്കോർഡ് ചെയ്യാവുന്നത്.
ഇത്തരത്തിൽ 60 മിനിറ്റ് വരെ ആകെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനും ഏകദേശം 150 ഫോട്ടോകൾ വരെ എടുക്കാൻ ഒറ്റ തവണ ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യുന്നതിലൂടെ സാധിക്കും. 4000x3000 പിക്സൽ റെസൊല്യൂഷനിലാണ് ഫോട്ടോകൾ എടുക്കപ്പെടുക. ഓട്ടോ ഫോക്കസും ഫേസ് ട്രാക്കിംഗ് ഉള്ളതിനാൽ സ്പോർട്സ് ദൃശ്യങ്ങൾ വരെ എടുക്കാൻ ഇതിലൂടെ സാധിക്കും. മാനുവൽ കൺട്രോളുകൾ ഒന്നും വൈറ്റ് ബാലൻസിങ്ങിനോ ISOയ്ക്കോ അപ്പേർച്ചറിനോ ഇതിൽ ലഭ്യമല്ല. അതൊക്കെ ഓട്ടോ ആണ്. ഓട്ടോ ആയി ഫിക്സ് ചെയ്തിരിക്കുന്ന ISO സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 100 to 3200 വരെയാണ്. 3 ലെവൽ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റും മെനുവിലുണ്ട്. ക്ലോസസ്റ്റ് ഫോക്കസിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈഡ് ആണെങ്കിൽ 1 മീറ്ററും ടെലി ആണെങ്കിൽ 4.5 മീറ്ററുമാണ്. കാനൻ്റെ ക്യാമറ കണക്റ്റ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ദൃശ്യങ്ങൾ ലൈവായിട്ട് കാണാനും ഫോട്ടോ മൊബൈലിലൂടെ തന്നെ ക്യാപ്ചർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഫയലുകൾ നമുക്ക് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. എന്നാൽ വൈഫൈ മുഖേന ഇങ്ങനെ വിഷ്വൽ കാണുന്ന സമയത്ത് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് സാധ്യമല്ല. പെയറിങ്ങിനായിട്ട് ബ്ലൂടൂത്തും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോ കണ്ടു കൂട്ടുകാർക്ക് ഈ ഒരു ഉപകരണത്തെ പറ്റി ഒരു ഏകദേശ ഐഡിയ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.